സുഖമാണ്. ഐ എം ഡൂയിങ് ഗ്രേറ്റ് ഹിയർ. എന്റെ ഷോർട്സിന്റെ അടിയിൽ ഈ ഇടയായിട്ട് ഞാൻ കാണുന്ന കുറച്ച് കമന്റ്സ് ആണ് ഞാൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത്, ഞാൻ എന്ത് കോഴ്സ് ആണ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് ഞാൻ പഠിക്കുന്ന കോളേജും ഞാൻ എന്ത് കോഴ്സ് ആണ് ചെയ്യുന്നത്. ഞാനൊരു BSc നഴ്സിംഗ് തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഞാൻ പഠിക്കുന്നത് മംഗലാപുരം കാസർഗോഡ് ബോർഡറിൽ വരുന്ന ആലിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നഴ്സിംഗ് കോളേജിലാണ്. ഈ വീഡിയോയിൽ ഞാൻ എന്റെ കോളേജ് എങ്ങനെയാണ്, എന്റെ കോളേജിലെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, എന്റെ കോളേജിലെ മെഡിക്കൽ പ്രാക്ടീസ് എങ്ങനെയാണ് ടീച്ചേഴ്സ് എല്ലാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ നഴ്സിംഗിനെ പറ്റി ഒരു ചെറിയൊരു റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തരാം. ലൈക്ക് എങ്ങനെയാണ് എന്റെ നഴ്സിംഗ് എക്സ്പീരിയൻസ് എന്ന്. നിങ്ങൾക്ക് നഴ്സിംഗിനെ പറ്റി ഒരു ഫുൾ വീഡിയോ വേണമെങ്കിൽ ഈ ഒരു വീഡിയോന്റെ അടിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് ഒരു ഫുൾ വീഡിയോ നഴ്സിംഗിനെ പറ്റി ചെയ്യാം. ഞാൻ നഴ്സിംഗ് എടുത്ത സമയത്ത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ എന്തായി ചെയ്യുന്നത്, നഴ്സിംഗ് എന്താന്ന് പോലും അറിയില്ല. എന്റെ വീട്ടില് ലൈക്ക് എനിക്ക് എന്താണ് ഇഷ്ടം അത് എടുക്കുക എന്നുള്ള രീതിക്കായിരുന്നു. പക്ഷെ നഴ്സിംഗ് എടുത്തത് ഇപ്പൊ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് യെസ് ഹാഫ് നോ ആണ്. ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നഴ്സിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, എവിടെ പോയാലും നിങ്ങൾക്ക് സ്കോപ്പ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സെയിം ടൈം നഴ്സിംഗിൽ വരുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രഗിൾ ആണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പഠിക്കുന്ന കോളേജിനെ പറ്റി പറയാം. ആലിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ IMC അപ്രൂവ്ഡ് ആണ്, NC അപ്രൂവ്ഡ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് നമുക്ക് എക്സാംസും കാര്യങ്ങളെല്ലാം വരുന്നത്. കോളേജ് മലയാളി മാനേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ദൂരെ പഠിക്കുന്ന ഒരു ഫീൽ ഇല്ല. മംഗലാപുരം കൂടുതൽ സ്റ്റുഡൻസിനും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമുക്ക് അറിയാത്ത ലാംഗ്വേജ് ആണ്, ഫുഡ് ശരിയാവുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എന്റെ കോളേജിൽ ഫുഡ് ഓക്കെയാണ്, കേരള ഫുഡാണ് നമുക്ക് തരുന്നതല്ല. അതേപോലെ തന്നെ ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഓൾമോസ്റ്റ് എല്ലാവരും മലയാളീസ് ആണ്. ലാബ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ലാബ്, ഫണ്ടമെന്റൽ ലാബ്. സോ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ആവശ്യമുള്ള ചില പ്രാക്ടീസ് എല്ലാം ഫണ്ടമെന്റൽ ലാബിൽ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് കെയർ ചെയ്യുന്നുണ്ടാവും. ലൈബ്രറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ ഫോർത്ത് ഇയർ വരെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ബുക്സും ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ബുക്സ് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു വെക്കാവുന്നതാണ്. ഞാൻ എക്സാം ടൈമിലൊക്കെ ഞാൻ ലൈബ്രറിയിൽ ബുക്സ് എടുത്തിട്ടാണ് പഠിക്കാറ്. റിസർച്ചിന് ആവശ്യമുള്ള ബുക്സ് ആണെങ്കിലും വേറെ നമുക്ക് മെഡിക്കൽ കാര്യങ്ങൾക്ക് ആവശ്യമുള്ള ബുക്സ് ആണെങ്കിലും ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. ഇനി മെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വീക്ക്ലി ഇന്ന ദിവസം നോൺ വെജ് എന്നുള്ള രീതിക്ക് നമുക്ക് നോൺ വെജോട് ഇൻക്ലൂഡ് ആയിട്ടുള്ള മെനു ആണുള്ളത്. ഇപ്പോഴത്തെ ഫീസ് സ്ട്രക്ചറിന്റെ കാര്യം എടുത്ത് ആരൊക്കെ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഫീസ് സ്ട്രക്ചർ എനിക്ക് തോന്നുന്നു 8,75,000 എന്തോ 4 ഇയർ പാക്കേജ് ആണ്. അതായത് 4 വർഷത്തെ നമ്മുടെ പഠിത്തമായാലും ട്രാൻസ്പോർട്ട് ആയാലും ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആയാലും എല്ലാം ഇൻക്ലൂഡ് ആവുന്ന ഒരു ഫീ പാക്കേജ് ആണ് ഈ ഒരു 8,75,000 വരുന്നത്. യൂണിഫോമും ബുക്സും ഇഫ് നീഡഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറിയിൽ നിന്ന് എടുക്കാം. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗും നഴ്സിംഗ് ഫൗണ്ടേഷന്റെയും ടെക്സ്റ്റ് ബുക്സ് നമുക്ക് ലൈഫ് ടൈം ആവശ്യമുള്ള ഒരു ബുക്സ് ആണ്. കാരണം നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ റെഫർ ചെയ്യാൻ അതിനുണ്ടായിരിക്കും. ഈവൻ സ്റ്റുഡന്റ് ലൈഫിലായാലും നമ്മൾ സ്റ്റാഫായിട്ട് കയറിയാലും നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ബുക്സ് ആണ് ഈ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗും നഴ്സിംഗ് ഫൗണ്ടേഷനും. അതിന്റെ ബുക്സ് മാത്രമേ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ലൈബ്രറിയിൽ നിന്ന് എടുക്കാൻ ചെയ്യാം. ഗേൾസിനും ബോയ്സിനും ഇപ്പൊ കറന്റ്ലി സെയിം ഫീസ് ആണ്. ചിലപ്പോൾ ഇനി കുറച്ച് മാസം കൂടി കഴിഞ്ഞാൽ ഫീസ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. സീറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കും അവർ ഫീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഞാൻ ഹോസ്റ്റലിനെ പറ്റി പറയാം. കോളേജിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഗേൾസ് ഹോസ്റ്റൽ വരുന്നത്. ബോയ്സ് ഹോസ്റ്റൽ അടുത്ത് തന്നെ കുറച്ച് മാറിയിട്ടാണ് ബോയ്സ് ഹോസ്റ്റൽ വരുന്നത്. അവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളെല്ലാം ഈ ഫീസ് സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ആട്ടോ. സെക്കൻഡ് ഇയേഴ്സ്, ഫസ്റ്റ് ഇയേഴ്സ്, ഫോർത്ത് ഇയേഴ്സ് ആണ് ഇപ്പൊ കറന്റ്ലി കോളേജ് ഹോസ്റ്റലിൽ ഉള്ളത്. ഞങ്ങൾ തേർഡ് ഇയേഴ്സ് കുറച്ച് മാറി അടുത്ത ഹോസ്റ്റലിലാണുള്ളത്. അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അവിടെയാണെങ്കിലും താഴെ മെസ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഈ ഒരു ഹോസ്റ്റൽ ഫീസ് ആയാലും മെസ് ഫീസ് ആയാലും എല്ലാം ഈ ഒരു 4 ഇയർ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ലോണ്ടറിക്ക് പ്രത്യേക ഒരു ഏരിയ ഉണ്ട്. ഇപ്പൊ കോളേജ് ഹോസ്റ്റലിലായാലും ഫ്ലാറ്റിലായാലും ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് അലക്കാം. അതുകൊണ്ട് തന്നെ റൂമിൽ ആ ഒരു മെസ്സിനെസ് വരില്ല. 2 പേർക്കും 4 പേർക്ക് 8 പേർക്ക് 10 പേർക്ക് എന്നുള്ള രീതിക്ക് റൂംസ് ഉണ്ട്. ഇനി യൂണിഫോംസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു യൂണിഫോം ഉണ്ട്. പിന്നെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ ഒരു സ്ക്രബും, അങ്ങനെ 2 യൂണിഫോമാണ് വരുന്നത്. ഗേൾസ് ഹോസ്റ്റലിൽ തന്നെയാണ് നമ്മുടെ ഫീമെയിൽ സ്റ്റാഫും ടീച്ചേഴ്സ് എല്ലാം സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സേഫ്റ്റി എൻഷോർ ചെയ്യാം. ഔട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വൈവേന്റെ കാര്യങ്ങൾക്കൊക്കെ അവരുടെ ഒരു പേഴ്സണൽ ടൈം ഒഴിച്ച് ബാക്കി സമയത്ത് നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. അത്യാവശ്യം ഫ്രണ്ട്ലി ആണ് എല്ലാ ടീച്ചേഴ്സും. നമ്മളെ കോളേജിന്റെ ഇവന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ പരിപാടിയുള്ള കോളേജാണ്. പരിപാടികളെല്ലാം കോളേജിലായിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പുറത്ത് ഓഡിറ്റോറിയം വെച്ചിട്ടും കണ്ടക്ട് ചെയ്യാറുണ്ട്. കോളേജ് ഡേ, ആനുവൽ ഡേ, സ്പോർട്സ്. എനിക്ക് തോന്നുന്നു എന്റെ കോളേജിൽ മാത്രം ഇത്രയും പരിപാടി മംഗലാപുരത്ത് ഒരു നഴ്സിംഗ് കോളേജിലുള്ളൂ. കാരണം ഇഷ്ടംപോലെ പരിപാടിയാണ്. ഗേൾസിന് ഔട്ടിംഗ് വരുന്നത് സൺഡേ 8 PM to 4 PM ആണ്. എന്തെങ്കിലും ഫെസ്റ്റീവ് ഡേയ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും ഔട്ടിംഗ് കിട്ടാറുണ്ട്. ഫോണിന് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫോൺ യൂസ് ചെയ്യാം. പക്ഷെ ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പാടില്ല. ക്ലാസ്സിൽ കയറുന്ന സമയത്ത് നമ്മൾ ഫോൺ സബ്മിറ്റ് ചെയ്യാം. കോളേജ് ഹോസ്റ്റലിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ റൂമിൽ ഫോൺ വെച്ചിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്കൊരു 3 മാസം കൂടുമ്പോഴൊക്കെ അത്യാവശ്യം ലീവ് കിട്ടാറുണ്ട്. ഫെസ്റ്റീവ് ഡേയ്സിൽ ലീവ് കിട്ടാറുണ്ട്, സെം ബ്രേക്ക് കിട്ടാറുണ്ട്, സ്റ്റഡി ലീവ് കിട്ടാറുണ്ട്. അങ്ങനെ അത്യാവശ്യത്തിന് ലീവ് നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ പോർഷൻസ് എല്ലാം അവർ കവർ ചെയ്യാറുണ്ട്. നഴ്സിംഗ് കോളേജ് അല്ലേ ഭയങ്കര റിസ്ട്രിക്ഷൻ ആണോ, സ്ട്രഗിൾ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ട്രിക്ഷൻ കാര്യങ്ങളല്ല. എന്നാൽ ആവശ്യമുള്ള കാര്യത്തിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആക്ഷൻസ് ഉണ്ടാവും. പിന്നെ ഓൾസോ റാഗിംഗ് ഫ്രീ ക്യാമ്പസ് ആണ്, ടൊബാക്കോ ഫ്രീ ക്യാമ്പസ് ആണ്. ഞാനൊക്കെ ഫസ്റ്റ് ഇയർ വന്ന ടൈമിൽ
ടൈമിൽ എനിക്ക് നല്ല പേടിയുള്ള ഒരു കാര്യമായിരുന്നു റാഗിങ് ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊക്കെ. റാഗിങ് ഫ്രീ ക്യാമ്പസ് ആണ്, ഡയറക്റ്റ്ലി നമുക്ക് പറയാം ഈവൻ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ. അടുത്തത് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ബേസിക് ആയിട്ട് ജനറൽ മെഡിസിൻ ആ ഒരു സൈഡിലായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് പോസ്റ്റ് ഒ പി കാര്യങ്ങളിലെല്ലാം നമ്മൾ നിൽക്കും. സൈക്കാട്രി, പീഡിയാട്രിക്, കമ്മ്യൂണിറ്റി എന്നിവ പോസ്റ്റിംഗ് എല്ലാം തേർഡ് ഇയറിലാണ് വരിക. ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോഴാണ് OBG, യനപ്പോയ മെഡിക്കൽ കോളേജ്, ഫാദർ മുള്ളിസ്, മനസ്വിനി, വെൻലോക്ക്, KMC എന്നിവ മെഡിക്കൽ കോളേജസിലും ഹോസ്പിറ്റൽസിലും ഒക്കെ ആയിട്ടാണ് പോസ്റ്റിംഗ് വരുന്നത്. എനിക്ക് അധികം പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ളത് വെൻലോക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. ഞാൻ പറയും ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് കിട്ടുന്നതാണ്. കാരണം നിങ്ങൾ നന്നായി പഠിക്കും. യു ഹാവ് ദ കംപ്ലീറ്റ് ഫ്രീഡം പഠിക്കാനുള്ള. ആൻഡ് ഓൾസോ പെട്ടെന്ന് എനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് കിട്ടിയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ഫസ്റ്റ് ഇയറിൽ തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് ഏത് നഴ്സിംഗ് കോളേജിൽ പോവുകയാണെങ്കിലും പോസ്റ്റിംഗ് കിട്ടുന്ന സമയത്ത് അവിടെ നിങ്ങൾ എത്രത്തോളം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങളുടെ നോളജ് ഗ്രോ ചെയ്യുന്നത്. കാരണം ക്ലാസ്സിലാവുമ്പോൾ നമുക്ക് ടീച്ചർ ഉണ്ട് സ്പൂൺ ഫീഡ് ചെയ്ത് തരും. പക്ഷെ പോസ്റ്റിംഗിന് പോകുന്ന സമയത്ത് നമുക്ക് ഇന്ന കാര്യം അറിയണം, ഇന്ന കാര്യം ചെയ്യാൻ പഠിക്കണം എന്നുള്ളൊരു തോട്ട് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗിൽ എന്തെങ്കിലുമൊക്കെ ഒരു നോളജ് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പ്രോപ്പർ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കും. ഇനി ക്ലാസ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് അനാറ്റമി, ഫിസിയോളജി വരുന്നുണ്ട്. ഡോക്ടേഴ്സ് എല്ലാം വന്നിട്ടായിരുന്നു നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല നല്ല ടീച്ചേഴ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അനാറ്റമി ആയാലും ഫിസിയോളജി ആയാലും സൈക്കോളജി ആയാലും സോഷ്യോളജി ആയാലും അവിടെ ആയാലും നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിൽ നമ്മുടെയും കൂടി ഒരു എഫേർട്ട് ഉണ്ട്. കാരണം അവർ തരുന്ന നോട്ട്സും കൂടാതെ ലൈബ്രറി പോയി നമുക്ക് ആവശ്യമുള്ള നോട്ട്സ് റെഫർ ചെയ്തെടുക്കാം. സെക്കൻഡ് ഇയറിൽ നമുക്ക് വരുന്നത് ന്യൂട്രീഷൻ, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് എന്നിവയാണ്. തേർഡ് ഇയർ ആവുന്ന സമയത്ത് സൈക്കാട്രി, പീഡിയാട്രിക്സ്, കമ്മ്യൂണിറ്റി എന്നിവ വരും. ഫോർത്ത് ഇയർ ആവുന്ന സമയത്ത് റിസർച്ചും പിന്നെ OBG എല്ലാമാണ് വരുന്നത്. സോ നഴ്സിംഗിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നഴ്സിംഗിനെ പറ്റി ഞാൻ ഏതൊക്കെ സിലബസ് ആണ് വരുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും, എങ്ങനെയാണ് എക്സാം വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇവിടെ ഞാൻ എന്റെ കോളേജിനെ പറ്റി ഒരു റിവ്യൂ ആണ് നിങ്ങൾക്ക് തന്നത്. കുറെ പേര് എങ്ങനെ എന്റെ കോളേജിൽ അഡ്മിഷൻ എടുക്കാം എന്നുള്ള കമന്റ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്തത്. ഇപ്പൊ നിങ്ങളെ +2 എക്സാംസ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്ത് കരിയർക്ക് പോവുകയാണെങ്കിലും ആലോചിച്ച് നിങ്ങൾക്ക് ഇത് യോജിച്ചതാണോ എന്ന് ചിന്തിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. പൂർണ്ണമായി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഏതൊരു കോഴ്സും നിങ്ങൾ ചൂസ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ കരിയറാണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് ചിന്തിച്ച് മാത്രം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക. എന്റെ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ 10,000 അല്ലെങ്കിൽ 30,000 കൊടുത്ത് നിങ്ങൾക്ക് സീറ്റ് ബ്ലോക്ക് ചെയ്തിടാം. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് കോളേജ് കാണണം എന്നുണ്ടെങ്കിൽ അതിനും പെർമിഷൻ എടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്റെ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളും ഞാൻ ചെയ്തുതരാം. എന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി DM ചെയ്താൽ മതി. നിങ്ങൾ കുറേയൊക്കെ ഡൗട്ട്സ് ഈ വീഡിയോ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് വെച്ച് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. സോ ലവ് യു ഗൈസ്, ബൈ.